സാർവത്രിക വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ലഭിക്കണമെന്നത് മുൻനിർത്തി ആ ഗവൺമെൻറ്റാണ് സ്കൂളുകൾ വ്യാപിപ്പിക്കാൻ നിശ്ചയിച്ചത്. കൂടുതൽ സ്കൂളുകൾ അനുവദിക്കുന്ന നിലയുണ്ടായി. സർക്കാർ എയ്ഡഡുമായിട്ടുള്ള സ്കൂളുകൾ ധാരാളം വന്നു. അതിൻ്റെ തുടർച്ചയായി കേരളം വിദ്യാഭ്യാസ രംഗത്ത് വലിയ ശ്രദ്ധയാണ് പുലർത്തി വന്നത്. പക്ഷേ ആ രംഗം 2016 പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരും വല്ലാതെ വേദനിക്കുന്ന അവസ്ഥയിലേക്കെത്തി. അന്ന് തയ്യാറാക്കിയ ലിസ്റ്റിൽ 1000-ൽ പരം സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തയ്യാറെടുക്കുകയായിരുന്നു. അനാഥായകരം എന്ന പേരാണ് അതിന് വിളിച്ചത്. എന്ന് പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ മെല്ലെ മെല്ലെ ഇല്ലാതാക്കുകയായിരുന്നു. ഇത് പലയിടത്തും സംഭവിച്ചതാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ കുട്ടികൾക്കോ കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കൾക്കോ താല്പര്യമില്ലാത്ത അവസ്ഥ വന്നു. രക്ഷിതാക്കൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ പഠിച്ചു വന്നവരാണ്. പക്ഷെ അവർ തന്നെ മക്കളെ അങ്ങോട്ട് അയക്കാൻ തയ്യാറായില്ല. ഇങ്ങനെ ഓരോ മേഖലയും തകർന്നു പോവുകയായിരുന്നു. അപ്പോൾ കേരളത്തിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന വാഗ്ദാനമാണ് LDF ജനങ്ങളുടെ മുന്നിൽ നൽകിയത്. ജനങ്ങളത് പൂർണ്ണ വിശ്വാസത്തിലെടുത്തു. LDFന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും എന്ന് ജനങ്ങൾ വിശ്വസിച്ചു. അതിൻ്റെ ഭാഗമായി അന്നത്തെ അത്യന്തം വിഷമകരമായ സാഹചര്യത്തിൽ പ്രതീക്ഷാനിർഭരമായ ഒരു ചൊല്ല് ജനങ്ങൾ സ്വയം ചൊല്ലാൻ തുടങ്ങി. അതായിരുന്നു, LDF വരും, എല്ലാം ശരിയാകും എന്ന ചൊല്ല്. പിന്നീടുള്ള വർഷങ്ങൾ എടുത്തു പരിശോധിച്ചാൽ, ഓരോ രംഗവും എടുത്തു പരിശോധിച്ചാൽ ഈ ചൊല്ല് യാഥാർത്ഥ്യമാകുന്നതാണ് ജനങ്ങൾ അനുഭവത്തിലൂടെ കണ്ടത്. പറഞ്ഞു വന്ന പൊതുവിദ്യാഭ്യാസ രംഗം, ആ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ഒരു മിഷൻ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ചു. സർക്കാർ മാത്രമല്ല, ജനങ്ങളാകെ, നാടാകെ അതിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. അതിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. 5000 കോടി രൂപ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ചെലവഴിക്കുന്ന സ്ഥിതി വന്നു. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ദയനീയാവസ്ഥ മാറി. അവിടെ പുതിയ കെട്ടിടങ്ങൾ ഉയർന്നു. വലിയ തോതിലുള്ള സൗകര്യങ്ങൾ ഉയർന്നു വന്നു. അക്കാദമിക് തലത്തിൽ വലിയ മാറ്റം വന്നു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് 5 ലക്ഷം കുട്ടികൾ 2016
കൊഴിഞ്ഞുപോയിരുന്നു. കുട്ടികൾ വലിയ തോതിൽ കൊഴിഞ്ഞു പോകുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ സ്ഥിതി മാറിയപ്പോൾ 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികൾ പുതുതായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കടന്നു വന്നു, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കടന്നു വന്നു. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ അനുഭവമാണ്. പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്ത് ഏറ്റവും മെച്ചപ്പെട്ട നില കേരളത്തിലാണ് എന്ന് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംസ്ഥാന അടിസ്ഥാനത്തിൽ വിലയിരുത്തിക്കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗ് സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു വർഷമല്ല, തുടർച്ചയായി ഓരോ വർഷവും. ഇതാണ് മാറ്റം. ഇവിടെ നാം ആലോചിക്കേണ്ട ഒരു കാര്യം, 2016 LDF അല്ല അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഈ മാറ്റം സംഭവിക്കുമായിരുന്നോ? 2016 തകർന്നുകൊണ്ടിരിക്കുന്ന പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ തകർച്ച പൂർണ്ണതയിൽ എത്തുമായിരുന്നു UDF ആണ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ. ആ മാറ്റം LDF അധികാരത്തിൽ വന്നുകൊണ്ടാണ് ഇവിടെ സാധിച്ചത് എന്നത് നമ്മുടെ നാടിൻ്റെ അനുഭവത്തിലുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് LDFന് ആ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാനാകുന്നത്? LDF നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധതയുള്ള ഒരു മുന്നണിയാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നല്ല നിലക്ക് നിർവഹിക്കാൻ, നാടിൻ്റെ താല്പര്യത്തിനു വേണ്ടി നിലകൊള്ളാൻ, നാടിൻ്റെ വികസനത്തിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ, ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ LDFന് കഴിയുന്നത്.